ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സുവോളജിയിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സിലെ ഒരു കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാൻ പോവാം. ഓക്കെ, എല്ലാ കണ്ടൻസും ഉണ്ടാവും, ഒന്നും മിസ്സാക്കില്ല, പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതല്ല ഐഫോൺ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെയും ഫ്രീ മെറ്റീരിയൽസ് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആവുക നോക്കിക്കോളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്? ബ്ലഡിന് രണ്ട് കമ്പോണൻസ് ഉണ്ട് മക്കളെ. ഒന്ന് പ്ലാസ്മയാണ്, മറ്റൊന്ന് ഫോംഡ് എലമെൻസാണ്. 55% പ്ലാസ്മ, 45% ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സ് നമ്മൾ വീണ്ടും മൂന്നെണ്ണാക്കും. ഒന്ന് RBC, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് എരിത്രോസൈറ്റ്സ്. രണ്ട് WBC, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് ല്യൂക്കോസൈറ്റ്സ്. മൂന്ന് പ്ലേറ്റ്ലെറ്റ്സ്, അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ത്രോംബോസൈറ്റ്സ്. ഓക്കെ, എന്നാൽ നോക്കുക, പ്ലാസ്മയിൽ കാണപ്പെടുന്ന 3 പ്രോട്ടീൻസ് ഉണ്ട്. ഫാഗ് എന്നാലോചിക്കുക. ഫാഗ് എന്താ? ഫാഗ് ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. ഫൈബ്രിനോജൻ ഈസ് നീഡഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഫൈബ്രിനോജൻ വേണം. ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസിനാണ് സഹായിക്കുക. ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് റിമൂവ് ചെയ്താൽ, ക്ലോട്ട് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സിറം. എന്താ വിളിക്കുക? സിറം. പിന്നെ RBCൻ്റെ ലൈഫ് സ്പാൻ, ഒരു RBCൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ് ചോദിച്ചാൽ പറയണം 120 ഡേയ്സാണ്. RBCകൾ നശിപ്പിക്കപ്പെടുക സ്പ്ലീനില്ല. അതുകൊണ്ട് തന്നെ ഗ്രേവിയാർഡ് ഓഫ് RBC, ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ എന്നൊക്കെ പറയുന്നത് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ആരെയാണ്? സ്പ്ലീനെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള WBCൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. WBC 2 ടൈപ്പ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ് ഉണ്ട്. ഓക്കെ, ഗ്രാനുലോസൈറ്റിൽ 3 ആൾക്കാർ ബെന്ന് നാലോചിക്കുക. എന്താ ബെന്ന്? ബേസോഫിൽ, ഇയോസിനോഫിൽ, ന്യൂട്രോഫിൽ. ഓക്കെ, ബേസോഫിലിന് 2 ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ഓക്കെ, ദേ ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരും ആരാണ്? ബേസോഫിൽസ് ആണ്. ഇയോസിനോഫിൽ റെസിസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസിൽ എന്താണ്? അസോസിയേറ്റഡ് ആണ്. ന്യൂട്രോഫിലിനും മോണോസൈറ്റിനും ഒരേ ഫംഗ്ഷനാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. അപ്പോൾ എന്താ അവരുടെ ഫംഗ്ഷൻ? ഇൻവോൾവ് ഇൻ ഫാഗോസൈറ്റിക് റിയാക്ഷൻസ്. അവർ രണ്ടാളും ഫാഗോസൈറ്റോസിസിൽ എന്താണ്? ഇൻവോൾവ് ആണ്. പിന്നെ ലിംഫോസൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, B ലിംഫോസൈറ്റ് ഉണ്ട്, T ലിംഫോസൈറ്റ് ഉണ്ട്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി തരുന്ന ആരാണ്? ലിംഫോസൈറ്റുകളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എവിടെ നിന്നാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം മെഗാ കാരിയോസൈറ്റ്സ് എന്നാണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് ഫ്രം. ഓക്കെ, എന്താ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ? ദേ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? പ്ലേറ്റ്ലെറ്റുകൾ. അടുത്തത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ആൻറ്റിജൻ A ആയിരിക്കും, ആൻറ്റിബോഡി B ആയിരിക്കും. അയാൾക്ക് രക്തം സ്വീകരിക്കാൻ പറ്റുക Aൻ്റെ അടുന്നോ മോൻ്റെ അടുന്നോ. ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ ആൻറ്റിജൻ B ആയിരിക്കും, ആൻറ്റിബോഡി A ആയിരിക്കും, ഡോണർ Bയും ആവാം Oയും ആവാം. ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിൽ 2 ആൻറ്റിജൻ ഉണ്ട്, Aയും ഉണ്ട് Bയും ഉണ്ട്. ആൻറ്റിബോഡി ഇല്ല. ഡോണേഴ്സ് ഗ്രൂപ്പ് Aയും Bയും Aയും Oയും ഒക്കെ പറ്റും. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡികൾ Aയും Bയുമാണ്. അങ്ങനെയാണെങ്കിൽ ഡോണർ O മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, O ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ O നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കും. AB ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എല്ലാവരുടെ നിന്നും സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ABനെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും വിളിക്കും. ഓക്കെ, നിർബന്ധമായിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ചോദിക്കും, എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒരു അസുഖമാണ്, കുട്ടികൾക്ക് വരുന്നൊരു അസുഖം. ഇത് വരണമെന്നുണ്ടെങ്കിൽ അമ്മൻ്റെയും കുട്ടീൻ്റെയും ബ്ലഡ് കണ്ടീഷൻ എന്താ ചോദിക്കും. അമ്മൻ്റെ ബ്ലഡ് RH നെഗറ്റീവ് ആവണം, കുട്ടീൻ്റെ ബ്ലഡ് എന്താവണം? RH പോസിറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്ന രണ്ടാമത്തെ കുട്ടിക്കാണ് അസുഖം ഉണ്ടാവുക. അസുഖത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന് ജോണ്ടിസ് ആണ്, മറ്റൊന്ന് എന്താ? അനീമിയാണ്. ഓക്കെ, മഞ്ഞപ്പിത്തം ഉണ്ടാവും, RBCൻ്റെ എണ്ണത്തിൽ കുറവ് വരും. എങ്ങനെ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻഷൻ മെത്തേഡ് എന്താ നോക്കിക്കോളൂ. ഇഞ്ചക്ഷൻ ഓഫ് RH ആൻറ്റിബോഡി ഇൻ ടു മദേഴ്സ് ബോഡി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി. അമ്മ ഒന്നാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തന്നെ RH ആൻറ്റിബോഡി എന്ത് ചെയ്യുക? ഇഞ്ചെക്ട് ചെയ്യുക. ഓക്കെ, അത്തരം കേസുകളിൽ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പഠിക്കണം ബ്ലഡ് കൊയാഗുലേഷനെ കുറിച്ച്. ഓക്കെ, ബ്ലഡ് കൊയാഗുലേഷൻ്റെ ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ഒരു ടിഷ്യൂവിൽ മുറിവുണ്ടാകുമ്പോൾ ടിഷ്യൂ ഫാക്ടേഴ്സ് ഫോം ചെയ്യും, പ്ലേറ്റ്ലെറ്റ് മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ഫോം ചെയ്യും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന എൻസൈമാണ് മക്കളെ ത്രോംബോകൈനേസ്. ആ ത്രോംബോകൈനേസ് പോയിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ആ ത്രോംബിൻ പോയിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ആ ഫൈബ്രിനാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഇതിൽ മേജർ റോളുള്ള ഒരു മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം CA2+ ആണ്.
ഏതാണ് മക്കളെ? Ca2+, കാൽഷ്യം. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് ലിംഫ് ഓർ ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ, ലിംഫിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ്. ചോദിക്കും ലിംഫ് എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് ചോദിക്കും. ഓക്കെ, എങ്ങനെ ലിംഫ് ഫോം ചെയ്യുക? വെൻ ബ്ലഡ് അല്ല, ലിംഫ് അല്ല കേട്ടോ. വെൻ ബ്ലഡ് പാസസ് ത്രൂ ക്യാപ്പിലറീസ്. ഓക്കെ, ഒരു ബ്ലഡ് ക്യാപ്പിലറീസിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് സം വാട്ടർ ആൻഡ് വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ഫോം ലിംഫ്. ഓക്കെ, കുറച്ച് വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങൾ ടിഷ്യൂസിലേക്ക് ഇറങ്ങും. അതാണ് എന്തായിട്ട് മാറുക? ലിംഫായിട്ട് മാറുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിക്കണം സർക്കുലേറ്ററി പാത്വേസ്. ഫിഷസിന് 2 ചേമ്പേർഡ് ഹാർട്ടാണ്, അവർക്ക് സിംഗിൾ സർക്കുലേഷൻ ആണ്. ഓക്കെ, ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേർഡ് ഹാർട്ടാണ്, അവർക്ക് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. ക്രൊക്കഡൈൽസ്, ബേർഡ്സ്, മാമൽസ് 4 ചേമ്പേർഡ് ഹാർട്ടാണ്, അവർക്ക് ഡബിൾ സർക്കുലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പഠിക്കണം ഡബിൾ സർക്കുലേഷൻ്റെ 2 ടൈപ്പ് സർക്കുലേഷനും അതിൻ്റെ പാത്വേയും. ഡബിൾ സർക്കുലേഷനിൽ 2 സർക്കുലേഷൻ ഉണ്ട്. ഒന്നിൻ്റെ പേരാണ് മക്കളെ പൾമനറി സർക്കുലേഷൻ, രണ്ടാമത്തതോ സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമനറി സർക്കുലേഷൻ്റെ പാത്വേ പഠിച്ചു വെക്കുക. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറിലേക്ക് പോകും, അത് ലങ്സിലേക്ക് പോകും, അത് പൾമനറി വെയിനിലേക്ക് പോകും, അത് എങ്ങോട്ട് പോകും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. അതിൻ്റെ പാത്വേ നിങ്ങൾ ചിത്രം വരച്ചിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിത്രം വരച്ചിട്ടുണ്ടാവും. സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാത്വേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക്, അവിടുന്ന് ബോഡി ടിഷ്യൂസ്, അവിടുന്ന് വീനാക്ക, അവിടുന്ന് എങ്ങോട്ടാ? റൈറ്റ് ഏട്രിയ. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ഹാർട്ട്. ഓക്കെ, ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു ഡബിൾ വാൾഡ് മെംബ്രെയിനസ് ബാഗ് ഉണ്ട്. അതിൻ്റെ പേരെന്താ ചോദിച്ചാൽ പറയണം. അതിൻ്റെ പേരാണ് മക്കളെ പെരികാർഡിയം. ഓക്കെ, ഹാർട്ടിൽ 3 സെപ്റ്റം ഉണ്ട്. ഒന്ന് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. രണ്ടാമത്തത് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. മൂന്നാമത്തത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ബിറ്റ്വീൻ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. ഓക്കെ, പിന്നെ ഹാർട്ടിൽ 3 വാൾവ് ഉണ്ട്. ഒന്ന് ട്രൈക്കസ്പിഡ് വാൾവാണ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അടുത്തത് ബൈക്കസ്പിഡ് വാൾവ്, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ മൈട്രൽ വാൾവ്. അത് കാണപ്പെടുക ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അടുത്തത് സെമി ലൂണാർ വാൾവാണ്. 2 സ്ഥലത്തുണ്ട്. ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമനറി ആർട്ടറിയും ഉണ്ട്, ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ടയും ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വാൾവാണ് ഹാർട്ടിൽ കാണപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് വൺ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാത്വേ ചോദിക്കും. ഓക്കെ, അതിൽ 4 ആൾക്കാരുണ്ട്. ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എന്താ? SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, അതിനെ വിളിക്കണ വേറെ പേരാണെന്ത്? ബണ്ടിൽ ഓഫ് ഹിസ്. അതേപോലെ തന്നെ പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഇതിൻ്റെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം, നിർബന്ധമായിട്ട് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ 4 ആൾക്കാർ? SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, അതിനെ വിളിക്കണ വേറെ പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, പിന്നെന്താ? പർക്കിഞ്ചെ ഫൈബേഴ്സ്. അതിൽ SA നോഡിൻ്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ ഞങ്ങൾ പറയണം. ഓക്കെ, SA നോഡിൻ്റെ ഫംഗ്ഷൻ ഇനീഷ്യേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ റിതമിക് കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഓക്കെ, ഹാർട്ടിൻ്റെ റിതമിക് കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി നിയന്ത്രിക്കുന്നതും തുടങ്ങുന്നതും SA നോഡാണ്. അതുകൊണ്ട് തന്നെ SA നോഡിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. SA നോഡിനെ വിളിക്കുന്ന വേറെ പേരെന്താ? പേസ് മേക്കർ ഓഫ് ഹാർട്ട്. എന്തുകൊണ്ട് വിളിക്കുന്നു? അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, AV നോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊരു ഹെൽപ്പ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസുകളുടെ ട്രാൻസ്മിഷന് സഹായിക്കുന്ന ആളാണ് ആര്? AV നോഡ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കണം ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ. ലിവറും ഇൻഡസ്റ്റൈനും തമ്മിൽ വെയിൻസ് വെച്ചിട്ടുള്ളൊരു കണക്ഷൻ ആണെന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഓക്കെ, പിന്നെ പറയുന്നത് കാർഡിയക് സൈക്കിളാണ്. കാർഡിയക് സൈക്കിളിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെ 3 സ്റ്റെപ്പ്? ഒന്ന് ജോയിൻറ്റ് ഡയസ്റ്റോൾ ആണ്, അത് 0.4 സെക്കൻഡ് ആണ് ഉണ്ടാവുക. അടുത്തത് ഏട്രിയൽ സിസ്റ്റോൾ ആണ്, 0.1 സെക്കൻഡ്. അടുത്തത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ്, 0.3 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിക്കണം സ്ട്രോക്ക് വോളിയത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. എന്താ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഇൻ എ കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിളിൽ ഓരോ വെൻട്രിക്കിൾസും പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് ആണെന്ത്? സ്ട്രോക്ക് വോളിയം. അടുത്തതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. എന്താ കാർഡിയാക് ഔട്ട്പുട്ട്? എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് ആണെന്ത്? കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ CO is equal to സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. ഓക്കെ, അടുത്ത ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർട്ട് സൗണ്ട്സ്. ഹാർട്ട് സൗണ്ട്സ് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് മക്കളെ സ്റ്റെതസ്കോപ്പ്. ഏതൊക്കെ 2 ഹാർട്ട് സൗണ്ട് അതെന്താ റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിക്കും. ഒന്ന് ലബാണ്, മറ്റൊന്ന് ഡബ്ബാണ്. എന്താ ലബ് റെപ്രസെൻറ്റ് ചെയ്യുക? ക്ലോഷർ ഓഫ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്. ട്രൈക്കസ്പിഡ് വാൾവും ബൈക്കസ്പിഡ് വാൾവും അടയണാണെന്ത്? ലബ്. ഡബ് എന്താ? ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ്. സെമി ലൂണാർ വാൾവ് അടയണാണെന്ത്? ഡബ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ECG ആണ്. ഒരു ECGക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് P വേവ് ആണ്, മറ്റേ QRS കോംപ്ലക്സ് ആണ്, പിന്നെ T വേവാണ്. ഓക്കെ, P വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ചോദിക്കും P വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക ചോദിച്ചാൽ ഞങ്ങൾ പറയണം ഏട്രിയൽ സിസ്റ്റോൾ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ.
ഓക്കെ. ക്യു ആർ എസ് കോംപ്ലക്സ് എന്താ റെപ്രസെൻറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ടി വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ അല്ലെങ്കിൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. പിന്നെ ചോദിക്കും ഈ ഗ്രാഫിൻ്റെ ഈ ഷേപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നാൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ കാർഡിയാക് ഡിസോർഡർ. അതൊരു കാർഡിയാക് ഡിസോർഡർ ആണ് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് 6 ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാണ്ട്. ഒന്നാമത്തെ ഡിസോർഡറാണ് മക്കളെ ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ ബി പി. ഓക്കെ. ഒരു മനുഷ്യൻ്റെ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 mmHg ആണ്, മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഒരു മനുഷ്യൻ്റെ ബി പി 140/90 mmHg ഓർ ഹൈ ആണെങ്കിൽ, ഓക്കെ, ഓർ ഹൈ ആണെങ്കിൽ അത്തരം ആളുകൾക്കാണ് എന്തുള്ളത്, ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ ബി പി ഉള്ളത്. ഓക്കെ. രണ്ടാമത്തെ അസുഖമാണ് മക്കളെ കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ക്യാഡ്. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് അതിറോസ്ക്ലിറോസിസ്. പറയാം മക്കളെ, എന്താ വിളിക്കുക, അതിറോസ്ക്ലിറോസിസ്. എന്താ അസുഖം, ഡെപ്പോസിറ്റ്സ് ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ എക്സെട്ര ഓൺ കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറിൻ്റെ ഉള്ളിൽ കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ പോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, അടിഞ്ഞുകൂടുക. മൂന്നാമത്തെ അസുഖമാണ് മക്കളെ ആൻജിന പെക്ടോറിസ്. എന്താ ആൻജിന പെക്ടോറിസിൻ്റെ പ്രത്യേകത, നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിൽ വേണ്ടത്ര എന്ത് കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. അടുത്താണ് മക്കളെ ഹാർട്ട് ഫെയിലിയർ. എന്താ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, ഹാർട്ട് ഈസ് അണേബിൾ ടു പമ്പ് ഇനഫ് ബ്ലഡ്. ഓക്കെ. അതായത് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹാർട്ടിനെ കൊണ്ട് പറ്റാത്ത അവസ്ഥയാണെന്ത്, ഹാർട്ട് ഫെയിലിയർ. അടുത്തത് ഹാർട്ട് അറ്റാക്കാണ്. എന്താ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് മസിൽസ് ആർ ഡാമേജ്ഡ് സഡൻലി. ഹാർട്ട് മസിൽസ് പെട്ടെന്ന് ഡാമേജ് ആയി പോകണമെന്നത് ഹാർട്ട് അറ്റാക്ക്. അടുത്തതോ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹാർട്ട്, അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ഓക്കെ. ഹൃദയമിടിപ്പ് നിൽക്കുക, ആൾ മരിച്ചു, ആ കണ്ടീഷനാണെന്ത്, കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വിക്കായിട്ട് നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനുള്ളത്. ഓക്കെ. അപ്പോൾ പല കുട്ടികളും വരുത്തുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ലാസ്റ്റ് സമയത്തൊക്കെ പോയിട്ട് പഠിക്കും. ഓക്കെ. +1 പൊതുവേ കുട്ടികൾക്ക് ആ ഒരു പ്രവണത ഉള്ളത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് സമയത്തായിരിക്കും പല കുട്ടികളും പഠിക്കുന്നുണ്ടാവുക. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കും പല കുട്ടികളും റിയലൈസ് ചെയ്യുക ഇത് ഈ സമയത്ത് പഠിച്ചാൽ നടക്കില്ല എന്നുള്ളത്. ഓക്കെ. കുറച്ചും കൂടിയൊക്കെ നേരത്തെ തുടങ്ങണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ +1 അങ്ങനെ പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ ഒരിക്കലും ആ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത്രേ ഉള്ളൂ, +2 ഇപ്പോഴേ നിങ്ങൾ ട്യൂഷൻ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് CM അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഓക്കെ. അത് മന്ത്ലി 399 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. അതായത് +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ് ആണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. താങ്ക് യു.